നമസ്കാരം. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പീരയാണ്. എല്ലാവർക്കും പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ പീരയാണിത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുത്താക്കുന്ന ഒരു 300 ഗ്രാം നത്തോലി മീനാണ്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ചുവന്നുള്ളി ഇത്ര എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അധികം അങ്ങോട്ട് അരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മളങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു ബൗളിനകത്ത് വെള്ളം എടുത്തിട്ട് കുറച്ച് പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കുടംപുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ചട്ടി വെച്ച് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ചൂടായപ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ പച്ചമണം മാറുന്നോണ്ട് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സവോള ചെറിയതാക്കി അരിഞ്ഞാക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം സവോളയുടെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ഇടുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അധികം അങ്ങോട്ട് ബ്രൗണിഷ് ആവേണ്ട ആവശ്യമില്ല. നമുക്കിതിന് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. മീനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് മതിയായിരിക്കും. അധികം അങ്ങ് ബ്രൗൺ ആവണ്ട. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മുളകിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് അടിയിൽ പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നത്തോലി മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. ഉടയാണ്ട് സൂക്ഷിച്ച് ഇളക്കാം. അടിയിലൊന്നും പിടിക്കരുത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിയുടെ ആ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പുളിയുടെ ഇതെല്ലാം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പുളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻ കഷ്ണത്തിലൊക്കെ പുളി നന്നായിട്ട് പിടിക്കും. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഈ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അധികം മീൻ വേവില്ല. അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും. ഞാനിപ്പോൾ ഇതൊരു 3/4 ഗ്ലാസ് വെള്ളത്തിലാണ് പുളിവെള്ളം കലക്കി വെച്ചിരുന്നത്. അപ്പോൾ അത് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കരുത്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കൂടിയിട്ടില്ലെങ്കിൽ ശകലം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. കുഴപ്പമൊന്നുമില്ല. ഇത് മതി. നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റി വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. പിന്നെ വീണ്ടും ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഏകദേശം വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ പീരയിലെ വെള്ളമൊക്കെ പറ്റി മീൻ പീര റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണ്. അങ്ങനെ സ്വാദിഷ്ടമായ മീൻ പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ആർക്കും ബാച്ചിലേഴ്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.